ഒരു ദിവസം ഒരു അമ്മ തന്റെ ചെറിയ കുഞ്ഞിനെ പിന്നിലേന്തി കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയി. വിറകുമായി അവൾ വീട്ടിലേക്കു മടങ്ങുമ്പോൾ പെട്ടെന്നൊരു പുലി മുന്നിലേക്ക് ചാടി വീണു. അമ്മ ഭയന്നു. അവന്റെ ലക്ഷ്യം കയ്യിലിരിക്കുന്ന കുഞ്ഞാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. താൻ മരിക്കേണ്ടി വന്നാലും തന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അവൾ പുലിക്ക് നേരെ തന്റെ വെട്ടുകത്തി വീശി. പക്ഷേ പെട്ടെന്ന് പുലി ചാടി അമ്മയുടെ കയ്യിലുള്ള കുഞ്ഞിനെയും കടിച്ചെടുത്ത് ഓടി. എന്നാൽ അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അവൾ പുലിയുടെ പിന്നാലെ ഓടി. അവൾ ആ നിമിഷം ഒരു വനദുർഗയെപ്പോലെയായി മാറി. പുലിയെ വകവരുത്തി അമ്മ തന്റെ കുഞ്ഞിനെ ചേർത്തുപിടിച്ചു കരഞ്ഞു. കുഞ്ഞ് സുരക്ഷിതമായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി പാലത്തിന്റെ അരികിൽ ഇരുന്നു ആകാശത്തേക്ക് നോക്കുകയാണ്. അവൾ ദിവസവും സ്വപ്നം കാണുന്നത് തന്റെ നഷ്ടപ്പെട്ട അമ്മയെ ഒരിക്കൽ കാണാനാകുമോ എന്നായിരുന്നു. ഒരു രാത്രി നക്ഷത്രങ്ങൾക്കിടയിൽ നിന്ന് ഒരു മാലാഖ താഴെയിറങ്ങി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ ചോദിച്ചു, കുഞ്ഞേ, നിനക്കെന്താണ് വേണ്ടത്? എനിക്ക് കളിപ്പാട്ടങ്ങളും പണവുമൊന്നും വേണ്ട. ഒരു ദിവസം മാത്രം അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്. കുട്ടി പറഞ്ഞു. മാലാഖ അവളുടെ നെഞ്ചിൽ കൈവച്ചു. കുട്ടി കണ്ണു തുറന്നപ്പോൾ അമ്മ അവളുടെ മുന്നിൽ ഒരു നിമിഷം പ്രത്യക്ഷപ്പെട്ടു. സ്നേഹത്തോടെ അവളെ ചേർത്തു പിടിച്ചു. പിന്നീട് അമ്മ പ്രകാശമായി മാറി അപ്രത്യക്ഷയായി. മാലാഖ പറഞ്ഞു, അമ്മയുടെ സ്നേഹം ഒരിക്കലും അകലെയല്ല, അത് നിന്റെ ഹൃദയത്തിൽ എന്നും ജീവിക്കും. കുട്ടിയുടെ ആഗ്രഹം സാധ്യമായതിന് ലൈക്ക് ചെയ്തോളൂ. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു കുഞ്ഞ് ഒരുപാട് പ്രതീക്ഷയോടെ വീടിന്റെ മുറ്റത്ത് ഒരു ചെറുതെങ്ങ് തൈ നട്ടു. അച്ഛൻ പറഞ്ഞു, നീ വളരുന്ന പോലെ ഇതും വളരും. ഒരു ദിവസം നിനക്ക് തണലും ഫലവും തരും. കാലം കടന്നുപോയി. കുട്ടി യുവാവായി കുടുംബം ആരംഭിച്ചു. എന്നാലും തെങ്ങ് ഒന്നും കൊടുത്തില്ല. എല്ലാ വർഷവും അവൻ വളവും വെള്ളവും കൊടുത്ത് കരുതലോടെ വളർത്തി. പക്ഷേ മനസ്സിൽ ഒരേയൊരു നിരാശ, എന്തുകൊണ്ടാണ് എന്റെ തെങ്ങ് ഒരു തേങ്ങ പോലും കൊടുക്കാത്തത്? വർഷങ്ങൾ പിന്നിട്ടു. അവൻ അച്ഛനായി, പിന്നെ അപ്പൂപ്പനായി. ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും കണ്ട് ആ തെങ്ങ് അവിടെ നിന്നു. പക്ഷേ അത് ഒരിക്കലും കായ്ച്ചില്ല, ഒരു തേങ്ങ പോലും കൊടുത്തില്ല. വാർദ്ധക്യത്തിന്റെ അവസാന നാളുകളിൽ ഒരു ദിവസം അയാൾ തെങ്ങിന്റെ ചുവട്ടിലെത്തിയപ്പോൾ അവിടെ വീണുകിടന്നിരുന്നു ആദ്യത്തെ തേങ്ങ. അത് കണ്ടു അയാളുടെ കണ്ണു നിറഞ്ഞു. വിറക്കുന്ന കൈകളോടെ അത് എടുത്ത് അതിൽ നിന്ന് ഇത്തിരി വെള്ളം കുടിച്ചു. അയാളുടെ മുഖത്ത് ആദ്യമായി സമാധാനമുള്ളൊരു ചിരി വിരിഞ്ഞു. അന്ന് രാത്രി തന്നെയാണ് അയാൾ തന്റെ അവസാന ശ്വാസം വിട്ടത്. ജീവിതകാലം മുഴുവൻ കരുതൽ കൊടുത്ത് വളർത്തിയ തെങ്ങ് അയാൾക്ക് തിരിച്ചു നൽകിയത് അവസാന ദിനത്തിലെ ഒരു സമാധാന നിമിഷം മാത്രം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്. ഒരു പച്ചക്കാട്ടിൽ മനോഹരമായ വെള്ളിമൂങ്ങ ജീവിച്ചിരുന്നു. അവളുടെ തൂവെള്ള ചിറകുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുമായിരുന്നു. അവളെ കണ്ടപ്പോൾ മറ്റു കിളികൾക്ക് അസൂയ തോന്നി. ഒരു ദിവസം അവർ ഒരു ബക്കറ്റുമായി എത്തി. അതിൽ നിറയെ നീലനിറത്തിലുള്ള പെയിന്റായിരുന്നു. അതവർ വെള്ളിമൂങ്ങയുടെ മേൽ ഒഴിച്ച് ചിരിച്ചുകൊണ്ട് പറന്നുപോയി. വെള്ളിമൂങ്ങ കരഞ്ഞുകൊണ്ട് അരുവിയിലേക്ക് പറന്നു. നന്നായി വെള്ളത്തിൽ ചിറകുകൾ വിടർത്തി കുളിച്ചു. പക്ഷേ പെയിന്റ് പോയില്ല. അവളെ കണ്ട് മറ്റു പക്ഷികൾ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. എന്നും അവൾ മരത്തിന്റെ കൊമ്പിൽ ഒറ്റയ്ക്കിരുന്നു ആകാശത്തേക്ക് നോക്കി കരയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു അത്ഭുത മഴ പെയ്തു. മഴത്തുള്ളികൾ അവളുടെ ചിറകിൽ വീണപ്പോൾ നീലനിറം പതിയെ ഒലിച്ചു പോവാൻ തുടങ്ങി. അവളുടെ തൂവെള്ള നിറം അവൾക്ക് തിരിച്ചു കിട്ടി. വെള്ളിമൂങ്ങ ആകാശത്തേക്ക് നോക്കി നന്ദി പറഞ്ഞു. ദൈവം തന്നതാണ് ഈ നിറം, ആർക്കും അത് കളയാനാവില്ല. ഒരു കാട്ടിൽ അടുത്തടുത്ത് 2 മരങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ മരം പൂവുകളും കായുകളും ഫലങ്ങളുമായി പൂത്തുലഞ്ഞു നിൽക്കുകയായിരുന്നു. മറ്റേതോ പൂക്കേണ്ട സമയമായിട്ടും നിശ്ചലമായി നിൽക്കുന്നു. ഫലമുള്ള മരം ചോദിച്ചു, സുഹൃത്തേ, നീ എന്തുകൊണ്ട് പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്നു? നിനക്കും ആഗ്രഹമില്ലേ വളർന്ന് ഫലങ്ങൾ കൊടുക്കാൻ? മറ്റേ മരം ശാന്തമായി മറുപടി നൽകി, ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്കിഷ്ടം ശാന്തമായി നിൽക്കാനാണ്. ഫലങ്ങൾ വന്നാൽ പക്ഷികളും ജന്തുക്കളും കയറി വരും. എനിക്ക് സ്വതന്ത്രമായി നിൽക്കണം. ഒരു ദിവസം ഞാൻ ഫലം കൊള്ളും. ഫലമുള്ള മരം പറഞ്ഞു, കാലം നമുക്കായി കാത്തു നിൽക്കില്ല. ചെയ്യേണ്ടത് സമയത്ത് ചെയ്യണം. ദിവസങ്ങൾ കടന്നുപോയി. മരം വെട്ടാനായി മനുഷ്യർ കാട്ടിലേക്ക് വന്നു. അവസാനം ഈ 2 മരങ്ങളിലേക്കും അവരെത്തി. ഫലങ്ങളാൽ നിറഞ്ഞിരുന്ന മരത്തെ അവർ വെട്ടാതെ വിട്ടു. പക്ഷെ ഫലമില്ലാത്ത മരം വെട്ടിയെടുത്തു. മുറിഞ്ഞു വീണ മരം അവിടെ കിടന്ന് കണ്ണീർ വാർത്തു. മരം പറഞ്ഞു, ഞാൻ വളർന്ന് വലിയൊരു മരമായി,
പക്ഷേ ഫലം നൽകാതെ ഞാൻ പൂർണ്ണതയിലെത്തിയില്ല. സമയം ഒരിക്കലും കാത്തു നിൽക്കില്ല. അവസരം കിട്ടുമ്പോൾ പ്രവർത്തിക്കണം. ഒരു പുഴയിൽ മീനും ഞണ്ടും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഓരോ ദിവസവും അവർ ഒരുമിച്ച് കളിച്ചും ഭക്ഷണം പങ്കിട്ടും ജീവിച്ചിരുന്നു. ഒരു ദിവസം മീൻ പറഞ്ഞു, നമുക്ക് കടലിലേക്ക് പോകാം, അവിടെ സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും. ഞണ്ട് ചിരിച്ചു, എനിക്ക് നടക്കാനേ അറിയൂ, നീന്താൻ അറിയില്ല. മീൻ പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ പുറത്തിരുത്തി കൊണ്ടുപോകാം. അവർ യാത്ര ആരംഭിച്ചു. വഴി മധ്യേ അതാ ഒരു പാമ്പ് മീനിനെ വിഴുങ്ങാൻ വായും തുറന്നു വരുന്നു. പാമ്പ് അടുത്തെത്തിയതും ഞണ്ട് പാമ്പിന്റെ കഴുത്തിൽ കയറി ഒറ്റെറുക്ക്. പാമ്പ് ജീവനും കൊണ്ടോടി. രണ്ടുപേരും യാത്ര തുടർന്ന് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേർന്നു. വിശാലമായ മറ്റൊരു ലോകത്തേക്ക് തന്നെ എത്തിച്ച മീനിനെ ഞണ്ട് നന്ദിയോടെ നോക്കി. മീനിനെയും ഞണ്ടിനെയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. കൂടുതൽ. ഒരു ഗ്രാമത്തിലെ വഴികളിലൂടെ ഒരു അനാഥനായ ബാലൻ വിശപ്പിന്റെ വേദന സഹിച്ച് അലഞ്ഞു നടന്നു. 2 ദിവസമായി അവന് ഭക്ഷണം കിട്ടിയിരുന്നില്ല. അവന് ഒരുപാട് ആളുകളുടെ അടുത്ത് ഭക്ഷണത്തിനായി യാചിച്ചു. അവസാനം ഒരാൾ അവന് ഒരു ബൺ കൊടുത്തു. അവൻ ആർത്തിയോടെ അത് വായിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മരത്തിൽ ഇരുന്നിരുന്ന ഒരു കുരങ്ങ് അത് കണ്ടു. പെട്ടെന്ന് ചാടി ബാലന്റെ കയ്യിൽ നിന്ന് ബൺ തട്ടിപ്പറിച്ചു. മരത്തിലേക്ക് ചാടി കയറി. ബാലന് നിരാശയായി. വിശപ്പ് സഹിക്കാനാകാതെ അവൻ വഴിയരികിൽ കണ്ട പൈപ്പിലെ വെള്ളം ആർത്തിയോടെ കുടിച്ചു. കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവിടെ ഇരുന്നുപോയി അവൻ. അത് കണ്ട കുരങ്ങൻ മൗനമായി. പെട്ടെന്ന് അവൻ ഇരുന്ന മാവിൻ കൊമ്പ് ശക്തിയായി കുലുക്കി. പഴുത്ത മാങ്ങകൾ നിലത്തു വീണു. ബാലൻ അത് കണ്ട് കുരങ്ങനെ നന്ദിയോടെ നോക്കി. കുരങ്ങൻ മാമ്പഴം പറക്കി അവന് കൊടുത്തു. അവൻ അത് കഴിച്ച് വിശപ്പടക്കി. ആ ബാലന്റെ വിശപ്പ് മനസ്സിലാക്കിയ കുരങ്ങനു വേണ്ടി ഒരു ദിവസം സുഹൃത്തുക്കളായ അണ്ണാനും മുയലും ചേർന്ന് അരുവിയിൽ വെള്ളം കുടിക്കാൻ പോയി. അവിടെ അവർ കണ്ടു വെള്ളത്തിൽ നീന്തി കളിക്കുന്ന ഒരു സുന്ദരിയായ യുവതിയെ. അണ്ണാൻ മുയലിനോട് ചോദിച്ചു, ഇത് മനുഷ്യനല്ലേ? മുയൽ പറഞ്ഞു, അതെ, നമ്മുടെ കാട് കാണാൻ വന്നതായിരിക്കും. പക്ഷെ അവർ അറിഞ്ഞില്ല അത് വനദേവത ആയിരുന്നു എന്ന്. വനദേവത അവരുടെ ചർച്ചയെല്ലാം കേട്ടു ചെറുചിരിയോടെ കൈകൊണ്ട് വെള്ളം വീശി. പെട്ടെന്ന് വെള്ളം വീണ അണ്ണാനും മുയലും സുന്ദരികളായ 2 പെൺകുട്ടികളായി മാറി. അവർ പരസ്പരം നോക്കി അമ്പരന്നു. അയ്യോ, നമ്മൾ മനുഷ്യരായി പോയി, അണ്ണാൻ പറഞ്ഞു. വനദേവത ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് മനുഷ്യരാകാൻ താൽപ്പര്യമുണ്ടോ? വെള്ളത്തിലേക്ക് നോക്കൂ, നിങ്ങൾ എത്ര ഭംഗിയുള്ളവരാണ്. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദേവി, ഞങ്ങൾക്ക് ഈ ഭംഗി വേണ്ട. ഞങ്ങൾ സന്തോഷത്തോടെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കാട്ടിൽ ജീവിക്കുന്നു. മനുഷ്യരായി മാറി വിഷമിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല. ദയവായി ഞങ്ങളെ പഴയ പോലെ ആക്കണേ. വനദേവത ചെറുചിരിയോടെ പറഞ്ഞു, സന്തോഷം മനുഷ്യരാകുന്നതിലല്ല, സ്വതന്ത്രതയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ദേവത വീണ്ടും വെള്ളം വീശി അണ്ണാനും മുയലും പഴയ രൂപത്തിലേക്ക് മടങ്ങി. അവർ സന്തോഷത്തോടെ പറഞ്ഞു, മനുഷ്യർക്കൊക്കെ കഷ്ടപ്പാടാണ്. ഞങ്ങൾക്കിതാ സ്വസ്ഥമായ കാട്, കുളിർ കാറ്റ്, സ്വാതന്ത്ര്യം, സന്തോഷം ഒക്കെയുണ്ട്. വനദേവത വരങ്ങൾ നൽകി അപ്രത്യക്ഷയായി. അണ്ണാനും മുയലും സമാധാനത്തോടെ മടങ്ങി. ഒരു തോട്ടത്തിൽ കാറ്റർപില്ലറും ഉറുമ്പും നല്ല സുഹൃത്തുക്കളായി ജീവിച്ചു. ഉറുമ്പ് എല്ലായ്പ്പോഴും ഭക്ഷണം ചുമന്നുകൊണ്ടിരുന്നു. കാറ്റർപില്ലർ ഇലകളിൽ ഇരുന്ന് കളിച്ചുകൊണ്ടും സ്വപ്നം കണ്ടും സമയം ചെലവഴിച്ചു. ഒരു ദിവസം ഒരു കോഴിക്കുഞ്ഞ് തോട്ടത്തിലേക്ക് വന്നു. കൊത്തിനടന്ന് ഭക്ഷണം തേടിയപ്പോൾ അവന്റെ കണ്ണിൽപ്പെട്ടത് പച്ച ഇലമേലിരിക്കുന്ന കാറ്റർപില്ലറാണ്. ഇതാണ് എനിക്ക് വേണ്ട ഭക്ഷണം എന്നു കരുതി അവൻ കൊക്ക് നീട്ടി പിടിക്കാൻ ശ്രമിച്ചു. അതുകണ്ട് ഉറുമ്പ് ഭയപ്പെട്ടില്ല. വേഗത്തിൽ കോഴിക്കുഞ്ഞിന്റെ കാലിൽ കയറി വേദനിപ്പിക്കുന്ന വിധം കടിച്ചു. കോഴിക്കുഞ്ഞ് വിറച്ച് വലിയ ശബ്ദത്തോടെ ഓടിമാറി. കാറ്റർപില്ലർ രക്ഷപ്പെട്ടു. അവൻ ഉറുമ്പിനോട് നന്ദി പറഞ്ഞു, നീ എന്റെ ജീവൻ രക്ഷിച്ചു സുഹൃത്തേ. ഞാൻ നിന്നോട് എപ്പോഴും കടപ്പെട്ടവനാണ്. ഉറുമ്പ് പുഞ്ചിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാറ്റർപില്ലർ കൊമ്പിൽ ചുറ്റിക്കിടന്നു. ഉറുമ്പ് വിഷമിച്ചു, സുഹൃത്ത് എവിടെ പോയി? പക്ഷേ കുറച്ചു ദിവസങ്ങൾക്കിപ്പുറം ആ കൊമ്പിൽ നിന്നു ഒരു മനോഹരമായ ശലഭം പുറത്തുവന്നു. വലിയ നിറമുള്ള ചിറകുകൾ വിരിച്ച് അവൻ ആകാശത്തിലേക്ക് പറന്നു. ശലഭം ഉറുമ്പിനരികിൽ വന്നു പറഞ്ഞു, സുഹൃത്തേ, നീ രക്ഷിച്ച ജീവനിൽ ഇന്ന് പുതുനിറങ്ങൾ വിരിഞ്ഞിരിക്കുന്നു. ഞാൻ പറന്നുപോകുമ്പോഴും നിന്റെ സൗഹൃദം എപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ടാകും. ഉറുമ്പ് സന്തോഷത്തോടെ നോക്കി നിന്നു. അവൻ പറക്കാൻ കഴിയാത്തവനായിരുന്നു, പക്ഷേ സൗഹൃദത്തിന്റെ ചിറകുകളിൽ അവനും പറന്നുപോകുന്നതുപോലെ തോന്നി. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. പുഴയിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളായ മീനുകൾ സന്തോഷത്തോടെ നീന്തി കളിക്കുകയായിരുന്നു. പെട്ടെന്ന് അതിലൊരു മീൻ വെള്ളത്തിന്മേൽ തിളങ്ങുന്ന എന്തോ കണ്ടു.
ഭക്ഷണമാണല്ലോ എന്ന് കരുതി അത് വായിലാക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴേക്കും മീനിനെ കരയിലേക്ക് വലിച്ചിട്ടിരുന്നു. അവൾ വായുവിനായി പിടയുന്നത് മറ്റു മീനുകൾക്ക് കണ്ണീരോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ചൂണ്ടയിട്ടവർ അവിടെ വെച്ചുതന്നെ കത്തിയെടുത്ത് മീനിനെ വൃത്തിയാക്കി ഉപ്പും മുളകും തേച്ച് തീയിൽ ചുട്ടെടുക്കുകയാണ്. അവളുടെ കൂട്ടുകാർ നിശബ്ദമായി ആ കാഴ്ച നോക്കി നിന്നു. പേടിച്ച് അവരെല്ലാം അവിടെ നിന്ന് ഓടിയൊളിച്ചു. ആഴങ്ങളിൽ മറഞ്ഞ മീനുകൾ പറഞ്ഞു, ഇനി നമ്മൾ കരയ്ക്കരികിലേക്ക് നീന്തില്ല. മനുഷ്യരുടെ സാന്നിധ്യം കണ്ടാൽ ഓടിയൊളിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.